ഇപ്പം ഞാൻ ഈ കാണിച്ച പ്രോഡക്ട്സുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു വ്ളോഗിങ് കിറ്റ് തന്നെ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് എന്നെ ആകർഷിച്ച ഒരു കാര്യം. ഇതേപോലെ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് അസാധ്യ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. നിങ്ങളുടെ ഓഡിയോ ഈ ഒരു മൈക്കിലൂടെ റെക്കോർഡ് ആകും. ഹലോ മച്ചന്മാരെ, മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ചധികം പ്രോഡക്ട്സുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു പ്രോഡക്ട്സുകളൊക്കെ പുതിയ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കുന്ന കുറച്ചധികം പ്രോഡക്ട്സുകളാണ്. നിങ്ങൾ ഇത് മസ്റ്റ് ബൈ ആയിട്ട് മേടിച്ചു വെക്കുന്നതാണ്. നിങ്ങളൊരു യൂട്യൂബറോ കണ്ടന്റ് ക്രിയേറ്ററോ ഒക്കെ ആവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പറഞ്ഞു നിർമ്മിക്കാണ്ട് ലെറ്റ്സ് റോൾ ടു ദ വീഡിയോ. സോ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന കുറച്ചധികം പ്രോഡക്ട്സുകൾ 200 രൂപ തൊട്ട് 1000 രൂപ വരെ ബഡ്ജറ്റ് വരുന്ന പ്രോഡക്ട്സുകളാണ്. ഇതിന്റെ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് 2 വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന പാർട്ട് 1 ആണ്. ഇതിന്റെ പാർട്ട് 2 നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ചധികം പ്രോഡക്ട്സുകളാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന കുറച്ചധികം പ്രോഡക്ട്സുകളാണ്. എന്തായാലും നമുക്ക് ലിസ്റ്റിലെ ഫസ്റ്റിലെ പ്രോഡക്റ്റിലേക്ക് പോകാം. ഇവിടെ ഞാൻ കുറച്ച് അധികം മൊബൈൽ ഹോൾഡേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ട് പരിചയിച്ചതായിട്ടുള്ള മൊബൈൽ ഹോൾഡേഴ്സ് ഇതിനകത്തുണ്ട്, പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. നമ്മൾ ഈ ഒരു നോർമൽ മൊബൈൽ ഹോൾഡറിലേക്ക് മൊബൈൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വില കൂടിയ ഐഫോൺ ആവാം, 1 ലക്ഷം 1.5 ലക്ഷം രൂപയുടെ ഫോണുകളൊക്കെ ആവാം. പക്ഷെ ഒരു വിശ്വാസ്യതയുടെ പുറത്താണ് നമ്മൾ ഇതിനകത്ത് വെക്കുന്നത്. ഇത് ചിലപ്പോൾ ഇങ്ങനെ തെന്നി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് 2 തരത്തിലുള്ള ഹോൾഡേഴ്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. വളരെ ഉപകാരമാണ്, മസ്റ്റ് ബൈ ആയിട്ട് മേടിക്കണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു പരിചയപ്പെടുത്തുന്ന സാധനങ്ങളുടെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം തന്നെ അവിടുന്ന് ബൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ കാണുന്ന ഈ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ടല്ലോ, ഇത് വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു മൊബൈൽ ഹോൾഡർ ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ മൊബൈൽ എടുത്തു, ഇതിലേക്ക് വെക്കുവാണ്. എന്നിട്ട് നമ്മുടെ മൊബൈലിന്റെ സൈസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇതിന്റെ പുറത്തെ സ്ക്രൂ ഉണ്ടല്ലോ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് വെല്ലായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് റബ്ബർ ഗ്രിപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മൊബൈലിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് നല്ല സെക്യൂർ ആയിട്ടൊരു മൊബൈൽ ഹോൾഡർ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി അസാധ്യമാണ്. ഓക്കെ, ഇനി നമ്മള് രണ്ടാമത്തെ മൊബൈൽ ഹോൾഡറിലേക്കാണ് പോകുന്നത്. ഈ മൊബൈൽ ഹോൾഡർ ഞാൻ യൂട്യൂബിൽ മൊബൈൽ വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഹോൾഡർ ആയിരുന്നു ഇത്. ഈ മൊബൈൽ ഹോൾഡർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ പോർട്രേറ്റിലേക്ക് മാറും. ആൻഡ് തിരിച്ചൊന്നുകൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തിരിച്ച് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറും. സോ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഈ മൊബൈൽ ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോൾഡർ ആണ്. ലിസ്റ്റിലെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ഒരു ചെറിയ മിനി ട്രൈപോഡ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനി ട്രൈപോഡ് ആണെങ്കിലും ഇത് വെച്ചിട്ട് ഒരുപാടധികം ഉപകാരമുണ്ട്. സംഭവം കാണാൻ ചെറുതാണെങ്കിലും വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇതിന്റെ പുറത്തേക്ക് നമ്മൾ ക്യാമറയോ ഫോണോ ഇതുപോലത്തെ ഹോൾഡർ മൗണ്ട് ചെയ്തുകൊണ്ട് ഫോണോ യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു വ്ളോഗർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വളഞ്ഞത് നിൽക്കണം. അതായത് ഈ ഒരു പൊസിഷനിലേക്ക്, ഒരു എൽ ഷേപ്പിലേക്ക് വേണം അത് നിൽക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് വ്ളോഗ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇതിന്റെ ബാക്കിലെ ഈ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, ഈ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ഇവിടെ പിടിച്ചിട്ട് ലൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിലേക്ക് മാറും. അതിനുശേഷം ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈറ്റ് ചെയ്ത് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വയ്ക്കുക. കറക്റ്റായിട്ട് ആ ഒരു ക്യാമറ നമ്മുടെ ഫേസിലേക്ക് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്ളോഗിങ് അത്യാവശ്യം എളുപ്പമായിരിക്കും. കുറേ അധികം ഇങ്ങനെ പൊക്കിയൊന്നും പിടിക്കണ്ട. ഈ ഒരു ലെവലിൽ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ട്രൈപോഡ് കൊണ്ട് വേറെയും ഉപകാരമുണ്ട്. ഈ ഒരു ട്രൈപോഡിന്റെ ഈ 3 ലെഗ്സ് ഉണ്ടല്ലോ, ഈ 3 ലെഗ്സ് ഇത് നമുക്ക് ഇങ്ങനെ വളയ്ക്കാൻ പറ്റും. എത്ര ഡിഗ്രി വേണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ വളയ്ക്കാം. ഓക്കെ, അപ്പം ഈ ഒരു വളയ്ക്കുന്ന ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ വളരെ ഉപകാരപ്പെടും. ഒറ്റയ്ക്കൊക്കെ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. സോ ഈ ഒരു സാധനം എവിടെ വേണേലും ഇതുപോലെ വളച്ചിട്ട് ഹാങ് ചെയ്യാനൊക്കെ പറ്റും. ഹാങ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്ളോഗ്സ് ഒക്കെ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ട്രൈപോഡ് കൊണ്ട് 2 തരത്തിലുള്ള ഉപകാരമാണ് നിങ്ങൾക്കുള്ളത്. എന്തായാലും ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഏറ്റവും വില കൂടിയ പ്രോഡക്റ്റ് ആണ്. സോ ഫൈനൽ പ്രോഡക്റ്റും കൂടാണ് ഈ ഒരു വീഡിയോയിലെ. ഇതാണ് എക്സ്ട്രീം അക്വാട്ടിക്സിന്റെ കാർഡിയോഡ് മൈക്ക്. ഈ ഒരു മൈക്രോഫോൺ ഉണ്ടല്ലോ അസാധ്യ ക്വാളിറ്റിയാണ്. വോയിസ് ക്വാളിറ്റി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഒരു 1000 റേഞ്ചിൽ അസാധ്യ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു മൈക്ക് തരുന്നത്. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1600 ഒക്കെ മുടക്കുവാണെങ്കിൽ ഒരു ബോയയുടെ മൈക്കും കൂടെ നിങ്ങൾക്ക് ലഭിക്കും. സോ എന്തായാലും ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് ആ ഒരു മൈക്ക്. ഓക്കെ,
ഈ ഒരു മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് എന്നെ ആകർഷിച്ച ഒരു കാര്യം. ഇത് ഫുള്ള് ബിൽഡ് ചെയ്തിരിക്കുന്ന മെറ്റൽ വെച്ചാണ്. ആൻഡ് ഇതിന്റെ ഗ്രില്ല് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ അത്യാവശ്യം ഒരു ഡിസൈൻ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്യാമറയുടെ മുകളിൽ തന്നെ കാണുമ്പോൾ ഒരു അസാധ്യ ഭംഗിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ ഒരു ബോക്സിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലത്തെ 2 കേബിൾസുകൾ കിട്ടും. ഒന്ന് നമുക്ക് ക്യാമറ ടു മൈക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതും രണ്ടാമത്തത് ഫോൺ ടു ക്യാമറ കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള 2 കണക്ടേഴ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്കൊരു അടിപൊളി വിൻഡ് മഫ് ഇതിന്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ ഈ ഒരു പാക്കിനകത്ത് വരുന്നുണ്ട്. 1000 റേഞ്ചില് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും പ്രോഡക്ട്സുകൾ ഞാൻ പരിചയപ്പെടുത്തി. ഈ ഒരു മൈക്കിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിന്റെ വോയിസ് ക്വാളിറ്റി ഒക്കെ ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് ഒരു പ്രൊഫഷണൽ ലുക്കിൽ എങ്ങനെ നമുക്കൊരു കിഡിലൻ വ്ളോഗിംഗ് കിറ്റ് രൂപീകരിക്കാൻ നോക്കാം. അതിനെ നമ്മളിപ്പോൾ ഇവിടെ മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ട്രൈപോഡ് എടുത്തു. അതിനുശേഷം ഇതിന് മേളിലായിട്ട് കണ്ടോ ഒരു സ്ക്രൂ ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടേക്ക് ഞാൻ ഒരു മൗണ്ട് കൊടുക്കുകയാണ്. ഈ ഒരു മൗണ്ട് ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിംബെക്സിന്റെ ഒരു ലൈറ്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന വീഡിയോ ലൈറ്റ് മേടിച്ചപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കിട്ടിയ ഒരു അഡ്ജസ്റ്റബിൾ മൗണ്ടാണ്. ഇത് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടില്ല. ആൻഡ് ഇത് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മളെ മൈക്ക് എടുത്തിട്ട് ഈ ഒരു വിൻമഫിനകത്തേക്ക് വെക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളത് വെച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഈ മേളത്തെ മൗണ്ടിലേക്ക് നമ്മൾ ഈ ഒരു മൈക്ക് കൊടുക്കാം. ഈ കണക്ടർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മൈക്കിന്റെ അവിടുത്തെ പിന്നിന് മൈക്കെന്ന് അവിടെ എഴുതിയിരിക്കും. ഫോണിലേക്ക് കണക്ട് ചെയ്യേണ്ട പിന്നിന്റെ അവിടെ ഫോണെന്ന് കാണിക്കുന്ന ഒരു സ്റ്റിക്കർ ഉണ്ട്. എനിക്ക് ഇവിടെ കാണാം, കണ്ടോ, ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തേക്കും. സോ അത് നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് ഒരു കിഡിലൻ വ്ളോഗിങ് കിറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് അസാധ്യ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. നിങ്ങളുടെ ഓഡിയോ ഈ ഒരു മൈക്കിലൂടെ റെക്കോർഡ് ആകും. സോ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാണ്ട് നിങ്ങളൊരു പുതിയ വ്ളോഗർ ആണെന്നുണ്ടെങ്കിൽ ഫോൺ വെച്ചുകൊണ്ട് ഒരു പ്രൊഫഷണൽ വ്ളോഗിങ് കിറ്റ് ഇതേപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും ഒറ്റയ്ക്ക് തന്നെ. സോ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ലിങ്കുകളൊക്കെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലത്തെ കിഡിലൻ വീഡിയോകൾക്കായിട്ട് ഇപ്പൊ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും കൂടെ ഷെയർ ചെയ്യുക. ഏതെങ്കിലും ഫ്രണ്ട്സ് പുതിയതായിട്ട് യൂട്യൂബിൽ വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വ്ളോഗിങ്ങിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കും കൂടെ അയച്ചു കൊടുക്കുക. എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോയിൽ ഇതുപോലത്തെ അടിപൊളി പ്രോഡക്ട്സുകളും അൺബോക്സിംഗ്സ് ആൻഡ് റിവ്യൂസും ടെക് അപ്ഡേറ്റ്സുകളും ഒക്കെ ആയിട്ട് തന്നെ ഞാൻ വീണ്ടും എത്തും. മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ആഷിഷ് ടെക്കി. ടൈം ടു വൈൻഡ് അപ്പ് ദ ഷോ ആൻഡ് ബൈ ബൈ.